സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, തൃശൂരിൽ യെല്ലോ അലർട്ട്. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ഉച്ചയ്ക്ക് 2 മണിക്ക് തുറക്കും. കൊടകരയിൽ കെട്ടിടം തകർന്നു മരിച്ച 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹം വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ എംബാം ചെയ്ത് ബന്ധുക്കൾക്ക് കൈമാറി. മണ്ണുത്തി നെല്ലങ്കരയിൽ ഗുണ്ട ആക്രമണം, 4 പോലീസുകാർക്ക് പരിക്ക്, പോലീസ് ജീപ്പ് തല്ലി തകർത്തു. ആക്രമണം നടത്തിയത് കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിൽ. സ്കൂളുകളിൽ സൂംബ പരിശീലനം നടപ്പാക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്, 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. രാവിലെ 11 മണിക്ക് തുറക്കാൻ തീരുമാനിച്ചിരുന്നത് ഉച്ചയ്ക്ക് 2 മണിയിലേക്ക് മാറ്റിയതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മൊത്തം ജലസംഭരണ ശേഷിയുടെ 58% ജലം അണക്കെട്ടിലുണ്ട്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 70.20 മീറ്റർ ആയിരുന്നു ജലനിരപ്പ്. ഒരാഴ്ചക്കിടയിൽ 2.5 മീറ്റർ ജലനിരപ്പ് ഉയർന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ 250 മില്ലിമീറ്റർ മഴയാണ് പീച്ചി മേഖലയിൽ പെയ്തത്. കൊടകരയിൽ കെട്ടിടം തകർന്നു മരിച്ച 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി. വിമാനമാർഗമാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഒപ്പം പോകാൻ ബന്ധുവിനും 2 സുഹൃത്തുക്കൾക്കും യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എംബാം ചെയ്ത മൃതദേഹങ്ങൾ ബന്ധു ബൈത്തുൽ ഇസ്ലാമിനെ കൈമാറി. സബ് കളക്ടർ അതുൽ വി മേനോനാണ് ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചത്. കൊടകര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനാണ് നീക്കം. കൂടുതൽ വിവരങ്ങളുമായി കെ ലിബീഷ് ചേരുന്നു. ലിബീഷ്, കൊടകര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായി ജില്ലാ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു. ഏത് രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്? ഡെൽന, ഇന്നലെ ഏറെ ഞെട്ടലോടെയും അതിലേറെ വേദനയോടെയുമാണ് ജില്ല ആ ദുരന്ത വാർത്ത കേട്ടത്. 3 അതിഥി തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. കൊടകരയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ താമസിച്ചു വന്നിരുന്ന തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അവരുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എംബാം ചെയ്ത് വിമാനത്തിൽ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടമുള്ളത്. ഇന്നലെ ദുരന്തം നടന്ന ഉടൻ തന്നെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. ജില്ലയിൽ കാലപ്പഴക്കം ചെന്ന ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അതിൻ്റെ ഒരു കണക്ക് ശേഖരിക്കാനാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നീക്കം നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്രത്തോളം കെട്ടിടങ്ങൾ ഈ രീതിയിൽ കാലപ്പഴക്കം ചെന്നിട്ടുണ്ട്, അവയ്ക്ക് ലൈസൻസ് പുതുക്കി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ
ഇന്നലെ മറ്റൊരു അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ, അവർ താമസിക്കുന്ന കെട്ടിടങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജോയിന്റ് സെക്രട്ടറി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കും എന്നാണ് ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു നിലപാടുള്ളത്. ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് വലിയ പങ്ക് വഹിക്കാനുള്ളത്. ആ പങ്ക് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പ്രതീക്ഷയുള്ളത്. ദുരന്ത നിവാരണ വകുപ്പും ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മേലുണ്ടാകും. ആ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ച് എങ്ങനെ ഇത്തരം കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. എന്തായാലും പ്രാഥമികമായി ഇത്തരം കെട്ടിടങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാനുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ലിബീഷ്, ജില്ലയിൽ പല ഭാഗത്തായി പല കെട്ടിടങ്ങളും ജീർണിതാവസ്ഥയിലാണ് ഉള്ളത്. നമുക്കറിയാം ഇവിടെയെല്ലാം ജനങ്ങൾ താമസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളുമാണ്. അപ്പോൾ ഇവരുടെ സുരക്ഷയാണ് മുൻതൂക്കം നൽകുന്നത് എങ്കിൽ കൂടി ഇവരെ താൽക്കാലിക ഇടത്തിലേക്ക് മാറ്റിയിട്ടാവില്ലേ നടപടികൾ സ്വീകരിക്കുക? അത് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണിതല്ല. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ കെട്ടിടങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും ഈ കെട്ടിടങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറൊക്കെ പരിശോധന നടത്തുമ്പോൾ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശവും ആ രീതിയിലുള്ള റിപ്പോർട്ടുമൊക്കെ നൽകാറുണ്ടെങ്കിൽ പോലും ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിരവധി ജോലിക്കാരുണ്ട്. അവരുടെ ഉപജീവന മാർഗത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ കടയുടമയുടെ ഉപജീവന മാർഗത്തിൻ്റെ പ്രശ്നമുണ്ട്. അത്തരം കാര്യങ്ങളെ കൂടി അഭിസംബോധന ചെയ്ത് മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും അവരുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തി ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിട്ടുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വ്യാപാരി സംഘടനകളുടെ അഭിപ്രായം പ്രധാനമായിരിക്കും. അവരെയെല്ലാം ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ അഭിപ്രായം കൂടി കേട്ട് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി സുരക്ഷാ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു നടപടി സ്വീകരിക്കാനായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും ഉദ്ദേശിക്കുക. അതോടൊപ്പം തന്നെയാണ് മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുണ്ട്. നമുക്കറിയാം ജില്ലയിൽ ഈ കാലവർഷം തുടങ്ങിയ ശേഷം തന്നെ 4-5 അപകടങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുളിമുറിയുടെ ചുമരിടിഞ്ഞു വീണ് ഒരു യുവാവ് മരിക്കാനിടയായ സാഹചര്യമുണ്ടായി. മാളയിൽ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണ സാഹചര്യമുണ്ടായി. കുന്നംകുളത്തെ കെട്ടിടം തകർന്നു വീണു. അങ്ങനെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പൊതുസ്ഥാപനങ്ങളുടെ കാര്യത്തിലുള്ള നിലപാടുകൾ, വ്യാപാര സ്ഥാപനങ്ങളുടെ കാര്യത്തിലുള്ള നിലപാടുകൾ, ഒപ്പം തന്നെ ഈ രീതിയിൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള വീടുകളുടെയും അതോടൊപ്പം തന്നെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളുടെയും കാര്യത്തിലുള്ള നിലപാടുകൾ, ഇതിലെല്ലാം തന്നെ കൃത്യമായ ഒരു നിലപാടെടുത്ത് നയം രൂപീകരിച്ച് മുന്നോട്ട് പോയി സുരക്ഷിതമാക്കുക എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഒരു പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയോ അത് പൊളിച്ചു മാറ്റുകയോ അവ സുരക്ഷിതമാക്കാനും ബലപ്പെടുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡൽന, നമുക്കറിയാം തൃശ്ശൂർ നഗരത്തിൽ പൊളിഞ്ഞു വീഴാറായ 271 കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് തൃശ്ശൂർ കോർപ്പറേഷൻ അത് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നടപടികൾ പുരോഗമിക്കുകയാണോ? നമുക്കറിയാം തൃശ്ശൂർ നഗരത്തിൽ ഈ മഴക്കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങളുണ്ടായി. 2 പ്രധാനപ്പെട്ട അപകടങ്ങളുണ്ടായി. ഒന്ന്, കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ മേൽക്കൂര MO റോഡിലേക്ക് പതിക്കുകയായിരുന്നു. അന്ന് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ആ സമയത്ത് ആളുകളോ മറ്റു വാഹനങ്ങളോ ആ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാലാണ് ആ ദുരന്തം ഒഴിവായത്. അതോടൊപ്പം തന്നെയാണ് MG റോഡിന് സമീപമുള്ള കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം തകർന്നു വീണ ഒരു സംഭവം ഈ മഴക്കാലത്ത് തന്നെ ഉണ്ടായി. അതിനു മുൻപ് ഹൈറോഡിൽ ഒരു കെട്ടിടം തകർന്നു വീണിരുന്നു. അങ്ങനെ തൃശ്ശൂർ നഗരത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളുണ്ടായി. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളുകൾ രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് തൃശ്ശൂർ നഗരത്തിൽ ജില്ലാ ആശുപത്രിയോട് ചേർന്നുള്ള ഒരു ബഹുനില മന്ദിരം തകർന്നു വീണത്. അന്നൊരു കോവിഡ് കാലമായതിനാൽ ആളുകൾ ഇല്ലാതിരുന്നാൽ മാത്രമാണ് ഒരു വൻ ദുരന്തം ഒഴിവായത്. വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് അന്ന് തകർന്നു വീണത്. ആ സംഭവത്തിന് ശേഷമാണ് നഗരത്തിൽ എത്രത്തോളം കെട്ടിടങ്ങൾ കാലപ്പഴക്കം ചെന്നിട്ടുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടത്തിയത്. അങ്ങനെ ഒരു കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് 271 കെട്ടിടങ്ങൾ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായത്. ഈ
കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കാൻ കൗൺസിൽ തീരുമാനമെടുത്തതാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. ഈ MG റോഡിന് സമീപം തകർന്നു വീണ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. മറ്റ് കെട്ടിടങ്ങളെല്ലാം അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ കൗൺസിൽ തീരുമാനമെടുത്തിട്ട് പോലും ഈ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വസ്തുത. ജില്ലാ ഭരണകൂടവും കർശനമായിട്ടുള്ള നിർദ്ദേശം കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്, ദുരന്ത നിവാരണ വകുപ്പും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ വകുപ്പും കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടും കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് തുടരുകയാണ്. 271 കെട്ടിടങ്ങളുടെ കാര്യത്തിൽ എത്രയും വേഗം നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം കാത്തിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഈ കെട്ടിടങ്ങൾ ബലപ്പെടുത്താനോ അല്ലെങ്കിൽ അത് പൊളിച്ചു നീക്കാനോ ഉള്ള യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ലിബീഷ്, അതേസമയം ഈ 271 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് തടയാനായി ഇതിന്റെ ഉടമകൾ നീക്കം നടത്തുന്നതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതിനോട് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് നടപടിയാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നത്? ഈ 271 കെട്ടിടങ്ങളുടെ ഉടമകൾ പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. ആ സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലും ഈ പ്രശ്നം ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. നമുക്ക് അറിയാം, മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ കെട്ടിടങ്ങൾക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവർ ബലസ്ഥിരത സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്ന ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾക്കാണ് ഈ രീതിയിൽ ബലക്ഷമതാ സർട്ടിഫിക്കറ്റ് നൽകിയത്. അക്കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യാപകമായ ആക്ഷേപം ഉയർന്നൊരു പശ്ചാത്തലമുണ്ട്. എന്തായാലും കെട്ടിട ഉടമകൾ പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. ഈ ബലക്ഷമതാ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ് ചിലർ കോടതിയിൽ നിന്ന് ഉത്തരവുകൾ സമ്പാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയപരമായി കോർപ്പറേഷൻ ഭരണസമിതിക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദവും. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ കെട്ടിടങ്ങൾക്ക് ഒരു വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അനുമതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപം പല കോണിൽ നിന്നും ഉയരുന്നുമുണ്ടല്ല. കൊടകര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കാനായിട്ട് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. അത് തുടരുന്നു. നമ്മുടെ തൃശ്ശൂർ നഗരപരിധിയിലും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായിട്ടുണ്ട്. എന്തായാലും ജനങ്ങളുടെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം. ഒരു ജീവൻ കൂടെ പൊലിയുന്നതിന് മുൻപ് തന്നെ ജില്ലാ ഭരണകൂടം പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകിയത് ലിബീഷാണ്. മറ്റു വാർത്തയിലേക്ക്. മണ്ണുത്തി നെല്ലങ്കരയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. 3 പോലീസ് ജീപ്പ് തല്ലിത്തകർത്തു. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ASI ജയൻ, സീനിയർ CPO അജു, സിവിൽ പോലീസ് ഓഫീസർ മായ ഷനൂജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വൈലോപ്പിള്ളി നഗറിൽ അൽത്താഫ്, അഹദ് എന്നിവരുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷമായി സംഘടിപ്പിച്ച ലഹരി പാർട്ടിക്കിടെയാണ് ആക്രമണം. ആഘോഷം അതിരുവിട്ടതോടെ ലഹരി പാർട്ടി നടന്നിടത്തേക്ക് പോലീസ് എത്തുകയായിരുന്നു. പോലീസ് സംഘത്തെ കണ്ടതോടെ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ സംഘം പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. 3 പോലീസ് ജീപ്പ് സംഘം തകർത്തു. കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ആക്രമണം രൂക്ഷമായതോടെ തൃശൂർ, പീച്ചി, വിയൂർ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് ഗുണ്ടാ സംഘത്തെ കസ്റ്റഡിയിൽ എടുത്തത്. സ്കൂളുകളിൽ സൂംബ പരിശീലനം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി. സ്കൂളുകളിൽ നടക്കുന്നത് ലഘു വ്യായാമമാണെന്നും കുട്ടികൾ യൂണിഫോമിലാണ് ഇത് ചെയ്യുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. അല്പവസ്ത്രം ധരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മകൻ VA അരുൺകുമാർ. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് വലിയ ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്നും അരുൺകുമാർ പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് അരുൺ ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലാണ് VS അച്യുതാനന്ദൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുതിർന്ന CPM നേതാവ് G സുധാകരൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. VSനെ കാണാൻ പറ്റിയില്ലെന്നും മകൻ അരുൺകുമാറുമായി സംസാരിച്ചുവെന്നും സന്ദർശനത്തിന് ശേഷം G സുധാകരൻ പ്രതികരിച്ചു.
മുണ്ടൂർ കൈപ്പറമ്പ് പഞ്ചായത്ത് 15-ാം വാർഡിൽ ആണ്ടപ്പറമ്പ് ശിവനട റോഡിൽ ശുചിമുറി മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ ടാങ്കർ ലോറി കനാലിലേക്ക് താഴ്ന്നു. അമിതഭാരം മൂലമാണ് ലോറി താഴ്ന്നത്. ഇതിനു മുൻപും ഇവിടെ മാലിന്യം തള്ളിയിരുന്നതാണെന്നും പോലീസിലും ജില്ലാ പഞ്ചായത്തിലും പരാതി നൽകിയതായും പഞ്ചായത്ത് മെമ്പർ മേരി പോൾസൺ പറഞ്ഞു. ലോറി താഴ്ന്നതോടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം KLDC ബണ്ടിന്റെ കരിങ്കൽ കെട്ട് തകർന്ന നിലയിലാണ്. സ്കൂൾ ബസ് പോകുന്ന വഴി കൂടിയാണ് ഇത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത സ്ഥാപനങ്ങൾ മൂലം യഥാർത്ഥ കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അധികാരികളെ ബോധ്യപ്പെടുത്താനും സെക്രട്ടേറിയറ്റ് പടിക്കൽ ജൂലൈ 8-ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ വാഹന പ്രചരണ ജാഥ നടത്തും. ജൂലൈ 1-ന് രാവിലെ 9-ന് വടക്കാഞ്ചേരി മേഖലയുടെ ജാഥയ്ക്ക് പഴയന്നൂർ സെന്ററിൽ വെച്ച് സ്വീകരണം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ TV ചന്ദ്രബോസ്, അബ്ദുൾ അസീസ്, ഗഫൂർ ആറ്റൂർ, PN ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. വാഴാനി ഡാമിലെ മത്സ്യത്തൊഴിലാളികളായ 3 പേരുടെ വലകൾ മോഷണം പോയി. ഇതോടെ ഇവരുടെ ഉപജീവന മാർഗവും വഴിമുട്ടി. വാഴാനി ഡാമിലെ അംഗീകൃത മത്സ്യത്തൊഴിലാളികളായ വിജയകൃഷ്ണൻ, വിജീഷ്, അയ്യപ്പൻ എന്നിവരുടെ വലകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഉദ്യാനത്തിലെയും മറ്റിടങ്ങളിലെയും ചില സാധനങ്ങൾ മോഷണം പോയിരുന്നു. സാമൂഹ്യവിരുദ്ധരെ തടയാനുള്ള നിരീക്ഷണം ഡാമിലും പരിസരത്തും ഇല്ലാത്തത് മോഷ്ടാക്കൾക്ക് സഹായമാകുന്നുണ്ട്. രാത്രിയാകുന്നതോടെ ഡാമിന്റെ അകത്തും വനപ്രദേശങ്ങളിലും ചിലർ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു. അനധികൃത മീൻപിടുത്തമോ മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ എന്ന് വ്യക്തമല്ലെന്നും പറയുന്നു. വല മോഷണം പോയതോടെ ജീവിതം തകിടം മറിഞ്ഞതായി മീൻപിടുത്തക്കാർ പറഞ്ഞു. നല്ല വിലപിടിപ്പുള്ള വലകളാണ്, ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണിത്. മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത കണ്ടീഷനായി വലകൾ പോയ കാരണം. കണ്ടമാനം ആൾക്കാർ ഡാമിൽ വന്ന് കള്ളവലിട്ട് മീൻ പിടിക്കുക. അവരുടെ വല ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിന് പകരമാണെന്ന് അറിയില്ല. അവർ ഇവിടെ വന്ന് ഞങ്ങളുടെ വലകളിൽ എല്ലാം കൊണ്ടുപോയി. ടൂറിസവും ഇറിഗേഷനും തമ്മിലുള്ള തല്ലൂട്ടം കാരണം നമുക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. നമ്മുടെ വലകളും വഞ്ചികൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നതും മോഷണം പോകുന്നതും നമുക്കാണ്. നമ്മുടെ ജീവിതമാർഗ്ഗങ്ങൾക്കാണ് തടസ്സം വരുന്നത്. അവിടെ സെക്യൂരിറ്റി ഇല്ലാത്തതാണ് വലിയൊരു ഇത്. വനം വകുപ്പിനും ഡാം അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടികളൊന്നും ആയില്ലെന്നും ഇവർ പറയുന്നു. TCV വടക്കാഞ്ചേരി. തൃശൂർ MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. അപകടത്തിൽ മേയറുടെയും സെക്രട്ടറിയുടെയും പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർമാർ ദുഃഖസൂചകമായി കരിദിനം ആചരിക്കുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ശവപ്പെട്ടിയുമായി കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ സമരം നടത്തും. കനത്ത മഴയിൽ മലവെള്ളം കയറിയ ചാലക്കുടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ദുരിതം മാറിയില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകൾ തുടരുകയാണ്. ചാലക്കുടി പുഴയിലെ വെള്ളിയാഴ്ചയിലെ ജലനിരപ്പ് 5.22 മീറ്ററാണ്. ബുധനാഴ്ച ഇത് 7.34 മീറ്ററിൽ എത്തിയിരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിലെ വെള്ളത്തിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. കൂടപ്പുഴ, പരിയാരം, മേലൂർ എന്നിവിടങ്ങളിൽ 76 കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. പാടശേഖരങ്ങളിലെ ഹെക്ടർ കണക്കിന് കാർഷിക വിളകൾ വെള്ളം കയറി നശിച്ചു. പരിയാരം, മേലൂർ, കോട്ടാറ്റെ, മൂഞ്ഞേലി പ്രദേശങ്ങളിലെ കർഷകർക്കാണ് ദുരിതം നേരിട്ടത്. തൃശൂർ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. എൻഫോഴ്സ്മെന്റ് RTO KB സിന്ധുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പരിശോധന നടത്തിയത്. 3 സോണുകളിലെ റോഡ് കുഴികൾ പരിശോധന നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കഴിഞ്ഞ ദിവസം MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സാഹചര്യത്തിലാണ് നടപടി. മാളയിൽ റോഡിനോട് ചേർന്നുള്ള പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ. ഈ കെട്ടിടത്തിന് താഴെ പലപ്പോഴും ആളുകൾ ഇരിക്കാറുണ്ട്. റോഡുകൾ ഇളകി വീണ അവസ്ഥയിൽ മഴ നനഞ്ഞ് ഭിത്തികൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. 100 കണക്കിന് വാഹനങ്ങളും കാൽനടയാത്രക്കാരും പോകുന്നത് ഈ കെട്ടിടത്തിനോട് ചേർന്നാണ്. ഇടവേള.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കണ്ടാണശ്ശേരിയിൽ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ സംഘടനാ ഭാരവാഹികളിൽ നിന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പിഴ ഈടാക്കി. PACL വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികളിൽ നിന്നാണ് പിഴ ചുമത്തിയത്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള മുനിമട പരിസരത്താണ് പ്ലാസ്റ്റിക് കവറിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത്. സംഘടന കഴിഞ്ഞ ദിവസം തൃശൂർ ടൗൺഹാളിൽ നടത്തിയ പരിപാടിയിൽ നിന്നുള്ള മാലിന്യമാണിതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. ഇതേ തുടർന്ന് സംഘടനാ ഭാരവാഹികൾക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകുകയായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,466 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, തൃശൂരിൽ യെല്ലോ അലർട്ട്. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ഉച്ചയ്ക്ക് 2 മണിക്ക് തുറക്കും. കൊടകരയിൽ കെട്ടിടം തകർന്നു മരിച്ച 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹം വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ എംപാം ചെയ്ത് ബന്ധുക്കൾക്ക് കൈമാറി. മണ്ണുത്തി നെല്ലങ്കരയിൽ ഗുണ്ട ആക്രമണം, 4 പോലീസുകാർക്ക് പരിക്ക്, പോലീസ് ജീപ്പ് തല്ലി തകർത്തു. ആക്രമണം നടത്തിയത് കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിൽ. സ്കൂളുകളിൽ സൂംബ പരിശീലനം നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.